ഓക്കെ, അപ്പം നമ്മൾ OS കമാൻഡ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട് അഥവാ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ സ്പീക്ക് ചെയ്തു, സിസ്റ്റം നമുക്ക് കൊണ്ട് സ്പീക്ക് ചെയ്തു അല്ലേ. ഇനി രണ്ടാമത്തെ പാർട്ട് അഥവാ നമ്മുടെ റെക്കഗ്നൈസ് ചെയ്യണം, നമ്മുടെ വോയിസ് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, ഫംഗ്ഷൻ വേണം. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വർക്കൗട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ചെയ്യാണ് ലിസൺ എന്ന് പറഞ്ഞ പേരിൽ അല്ലേ, അറിയാലല്ലേ. ഡെഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ്റെ പേര് അല്ലേ, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ DEF കൊടുക്കണം. ഡെഫ് വെച്ചിട്ടാണ് പിന്നെ ഫംഗ്ഷൻ നെയിം കൊടുക്കുക. ലിസൺ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നെയിം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ റെക്കഗ്നൈസർ നമ്മൾ എന്ത് ചെയ്യണം, ഇനീഷ്യലൈസ് ചെയ്യണം. നേരത്തെ നമ്മൾ ഇത് എൻജിൻ ഇനീഷ്യലൈസ് ചെയ്ത പോലെ റെക്കഗ്നൈസർ. അപ്പോൾ സ്പീച്ച് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ആസ് SR എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഞാൻ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, ഈ സ്പീച്ച് അണ്ടർസ്കോർ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിക്ക് നമ്മളൊരു പേര് പ്രൊവൈഡ് ചെയ്യാണ്, SR. എന്ത് പേരും കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസിന് നമുക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ SR ഡോട്ട് വിളിച്ചാൽ മതി. SR ഡോട്ട് റെക്കഗ്നൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ റെക്കഗ്നൈസർ എൻജിൻ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ R = SR ഡോട്ട് റെക്കഗ്നൈസർ ഇതാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, സ്പീച്ച് അണ്ടർസ്കോർ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈബ്രറിനെ നമുക്ക് ആക്സസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. SR ഡോട്ട് റെക്കഗ്നൈസർ. മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, എന്ത് പേര് നമുക്കൊരു ലൈബ്രറിക്ക് കൊടുക്കാം, AS1 കീവേഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട എന്താ വെച്ചാൽ നമ്മളെ മൈക്രോഫോൺ ആണല്ലേ ഡിറ്റക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മൈക്രോഫോൺ ഡിറ്റക്ട് ചെയ്യാണ് വിത്ത് SR ഡോട്ട് മൈക്രോഫോൺ ആസ് സോഴ്സ്. നമ്മുടെ സോഴ്സ് എന്താണ്, മൈക്രോഫോൺ ആണ്. ആ SR ഡോട്ട് മൈക്രോഫോൺ ആണ് നമ്മുടെ സോഴ്സ്. അപ്പോൾ അതിന് നമ്മൾ സോഴ്സ് എന്ന പേര് കൊടുത്തു. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അത് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ഒരു ത്രഷോൾഡ് ടൈം കൊടുക്കണം. ത്രഷോൾഡ് ഒരു വെയിറ്റിംഗ് ടൈം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ എന്ത് ചെയ്യാം, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലിസണിങ് എന്ന് പറഞ്ഞ് കൊടുക്കാം, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ സ്പീക്കർ എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കാം. ലിസണിങ് അഥവാ ഉദ്ദേശിക്കുന്നത് എത്രേ ഉള്ളൂ, ഇതിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സംസാരിക്കുന്ന നമ്മുടെ സ്പീച്ചുകൾ സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങുകയാണ്, റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്, ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് സിസ്റ്റം ഇങ്ങനെ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ലിസണിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്കിവിടെ പോസ്റ്റ് ത്രഷോൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. പോസ്റ്റ് ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈമിൽ നമ്മളൊരു ത്രഷോൾഡ് സെറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്യാൻ. അതിൻ്റെ ഒരു ഇനീഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അതിനൊന്ന് വെയിറ്റ് ചെയ്യിക്കുക, അത് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ത്രഷോൾഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഡിലേ ഒക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 1 ആണ് കൊടുത്തത്. ഇനി R ഡോട്ട് ലിസൺ ഓഫ് ഏത് സോഴ്സ്, നമ്മളെ സോഴ്സിലേക്ക് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. അഥവാ നമ്മുടെ മൈക്രോഫോണാണ് നമ്മളെ സോഴ്സ്, അതിലേക്ക് നമ്മളെ സ്പീച്ച് അണ്ടർസ്കോർ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി എന്ത് ചെയ്യും, ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. അതിലേക്ക് ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ലിസൺ ചെയ്ത് ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ പറയുമ്പോഴുള്ള നെക്സ്റ്റ് സാധനം ഓക്കെ, റെക്കഗ്നേഷൻ. ലിസണിങ് ആണ് സാധനം വന്നു കഴിഞ്ഞാൽ റെക്കഗ്നൈസേഷനായി. ഇനി നമ്മൾ റെക്കഗ്നേഷനായി നമ്മൾ പ്രിൻ്റ് ചെയ്യാണ് റെക്കഗ്നേഷൻ. എന്ത് പേര് എന്നും കൊടുക്കട്ടോ. ഞാൻ തൽക്കാലം ഇവിടെ ഇതിലേക്ക് റെക്കഗ്നേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തതാണ്. ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, നമുക്ക് ഒരാൾ എന്തെങ്കിലും സ്പീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കൊടുക്കണം, റെക്കഗ്നൈസ് ചെയ്യാന്നുള്ള പ്രോസസ്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറയോ ടെക്സ്റ്റോ എന്ത് പേരും കൊടുക്കാം നമുക്ക്. ഞാനിവിടെ QRY എന്ന് കൊടുത്തു. QRY = R ഡോട്ട് റെക്കഗ്നൈസ് അണ്ടർസ്കോർ ഗൂഗിൾ. നമ്മളെ റെക്കഗ്നൈസ് അണ്ടർസ്കോർ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള സെർച്ച് എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം. ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ലിസൺ ചെയ്യുന്ന സോഴ്സ് കിട്ടോ, ഓഡിയോ. പിന്നെ ലാംഗ്വേജ് എന്താണ്, ലാംഗ്വേജ് ഈക്വൽ ടു EN US കൊടുക്കാം നമുക്ക്. ഓക്കെ,
US. ഓക്കെ, അതിൻ്റെ ഏത് ലാംഗ്വേജ് ആണ്, അതേപോലെ ഏതാണ് നമ്മൾ ഏതെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെർച്ച് എഞ്ചിൻ ഏതാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാനുള്ള, ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സെർച്ച് എഞ്ചിൻ ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സാധനം നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് യൂസഡ് QRY അല്ലേ, QRY അല്ല നമ്മൾ കൊടുത്തത്. അപ്പോൾ QRYയിൽ എന്തുണ്ടാവും, സംഭവം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ സാധനം എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, നമുക്ക് ഈ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കൊറി നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. കൊറി നമുക്ക് കിട്ടും, എന്താണ് നമ്മൾ പറഞ്ഞത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് എന്താണ് ട്രൈ ക്യാച്ച്, ട്രൈ ഞാനിവിടെ കൊടുത്തു. എന്താണ് ആ സംഭവം, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ റൺ ടൈമിൽ വരിക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 2 നമ്പർ തമ്മിൽ സം ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി. അതിൽ നമ്മളോട് ചോദിക്കുകയാണ് സിസ്റ്റം എൻ്റർ 2 നമ്പേഴ്സ്. അവിടെ ഞാൻ 1ഉം 2ഉം എൻ്റർ ചെയ്തു. അപ്പോൾ കറക്റ്റ് സിസ്റ്റം എന്ത് ചെയ്യും, നമുക്ക് 3 റിസൾട്ടായിട്ട് കിട്ടും സം ചെയ്തിട്ട്. ഇനി എന്നോട് ചോദിക്കുകയാണ് എൻ്റർ ഫസ്റ്റ് നമ്പർ, ഞാൻ എ എന്ന് കൊടുത്തു. എ നമ്മൾ സാധാ എ ലെറ്റർ അല്ലേ, അതേപോലെ എൻ്റർ സെക്കൻഡ് നമ്പറിൽ ഞാൻ ബിയും കൊടുത്തു. അപ്പോൾ എയും ബിയും ആണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊരിക്കലും സം ചെയ്യാൻ കഴിയില്ല സിസ്റ്റത്തിന്. അപ്പോൾ ഇൻറ്റിജർ കൊടുക്കേണ്ടടുത്ത് ഞാൻ എന്താണ്, ടെക്സ്റ്റാണ് അല്ലെങ്കിൽ സ്ട്രിങ് ആണ് കൊടുത്തത്. അതൊരു എക്സെപ്ഷനാണ്, സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റാത്തൊരു കേസ് അവിടെ വരികയാണ്. അതിനാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, എക്സെപ്ഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഡീബഗ്ഗിങ് ടൂളാണ്. ഡെവലപ്പർക്ക് അത് ഇന്നൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുള്ള ഡെവലപ്പറോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. അതായത് ഇതിലെന്ത്, ട്രൈ ക്യാച്ച് എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, ഏത് ലാംഗ്വേജിലുണ്ട്. ഇപ്പോൾ നമ്മൾ പൈത്തണിലും അത് ട്രൈ തന്നെയാണ്. ജാവയിലൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ എക്സെപ്ഷൻ എന്ന് പറയാം, ട്രൈ ക്യാച്ച് എന്നാണ് വരിക. ഓക്കെ, ക്യാച്ചിൻ്റെ ഉള്ളിലാണ് പിന്നെ എക്സെപ്ഷൻ. പൈത്തണിൽ ട്രൈ വരും, പിന്നെ എക്സെപ്ഷൻ വരും കേട്ടോ, എക്സെപ്ഷൻ. പിന്നെ എന്താണ്, എന്ത് പേരാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് വെച്ചാൽ ആ എക്സെപ്ഷൻ്റെ ഒരു പേരും കൊടുക്കുക. എക്സെപ്ഷൻ ആസ് ഇ, അഥവാ ഈ ആസ് എപ്പോഴും വേണം കേട്ടോ പൈത്തണിൽ, അതിനൊരു പേര് കൊടുക്കുകയാണ്. മറ്റേ ജാവയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ടൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇല്ലാതൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആസ് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടുത്തെ എക്സെപ്ഷൻ എന്താ വരിക, നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു, പക്ഷേ ആ ടൈമിൽ എന്തെങ്കിലും നോയ്സൊക്കെ കയറി വന്നിട്ട് ഈ സിസ്റ്റത്തിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചോളൂ, അതൊരു എക്സെപ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറയണം സോറി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഓക്കെ, കനോട്ട് ഐഡൻറ്റിഫൈ, ഐ കനോട്ട് ഐഡൻറ്റിഫൈ, എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക, എന്തെങ്കിലും ഒരു മെസ്സേജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കും കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തു എന്ന് മാത്രം, അത് നിങ്ങൾക്ക് ഏത് രീതിയിലും കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്പീക്ക് ചെയ്യാം. സ്പീക്ക് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം, സ്പീക്ക് സോറി ഐ കനോട്ട് ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ ഡിറ്റക്റ്റോ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് സ്പീക്ക് ചെയ്ത് നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് തരും ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് നമുക്കൊരു ഡാറ്റയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നള്ള് റിട്ടേൺ ചെയ്യുക, നള്ള് റിട്ടേൺ ചെയ്യുക, ഒന്നുമില്ല, ബ്ലാങ്ക് റിട്ടേൺ ചെയ്യുക. കാരണം ഡാറ്റ ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇനി ഈ എക്സെപ്ഷനിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താ, കറക്റ്റായിട്ട് വോയിസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്തു, മൈക്രോഫോണായിട്ട് സോഴ്സ് എടുത്തു, അതിനെ ഗൂഗിൾ ഇത് വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ ടെക്സ്റ്റ് QRY എന്ന് പറഞ്ഞ പേരിൽ അവിടെ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്ത് കൊടുക്കണം. QRY ഡോട്ട് ലോവർ ഒന്നുമില്ല, നമ്മൾ ലോവർ കേസിലേക്ക്, അപ്പർ ലോവർ കേസൊക്കെ അല്ലേ, ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മളെ കമ്പാരിസണൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോവർ കേസിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. അഥവാ ലിസൺ എന്ന് പറഞ്ഞ ഫങ്ഷനിൽ നമുക്ക് എന്താണ്, റെക്കഗ്നൈസർ വേണം, നമ്മൾ മൈക്രോഫോണിനെ ഡിറ്റക്റ്റ് ചെയ്യണം. ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലിസൺ ചെയ്യണം. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ ലിസണിങ് നമുക്ക് ആരെങ്കിലും വോയിസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നേരെ ഗൂഗിളിൻ്റെ എൻജിൻ വെച്ചിട്ട് അതിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ കൺവേർട്ട് ചെയ്ത ടെക്സ്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ലിസൺ എന്ന് പറഞ്ഞ ഫങ്ഷൻ ചെയ്യുന്ന പരിപാടി.
ഇനി നമ്മൾ ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ്ടേ? ഇവിടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീക്ക് നമ്മൾ ഓൾറെഡി ചെയ്തല്ലോ. ഇവിടെ നമുക്ക് വൈൽ ലൂപ്പ് അറിയില്ല നിങ്ങൾക്ക്, വൈൽ ഫോർ ലൂപ്പുകൾ കേട്ടോ പഠിക്കണേ, നോക്കിയാൽ മതി. നമ്മൾ പൈത്തൺ ഡെസ്കിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും റെഫർ ചെയ്യുക എന്താണ് വൈൽ ലൂപ്പ്. റിപ്പീറ്റഡ് ആയിട്ടൊരു ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് ചെയ്യുന്നത്, ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫോറുണ്ട്, വൈലുണ്ട്, അങ്ങനെ പല ലൂപ്പുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ എന്തിനാണ് വൈൽ യൂസ് ചെയ്തത്? നമുക്ക് ലിസൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആരെങ്കിലും ഇതിനോട് സംസാരിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എന്ന് ലിസൺ ചെയ്യണം. അപ്പോൾ ആ ലിസൺ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ചെയ്യണം. അതിനാണ് വൈൽ ട്രൂ. എപ്പോഴും ആദ്യം ഒന്ന് ലിസൺ ചെയ്തു, ഒരാൾ സ്പീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്ലൈ കൊടുത്തിട്ട് അടുത്തതിന് ലിസൺ ചെയ്യണം, പിന്നെ സ്പീക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കൊടുക്കണം, അടുത്ത സ്പീക്ക് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് വർക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ വൈൽ ട്രൂ കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കമാൻഡ് ഈക്വൽ ടു എന്ത് പേരും കൊടുക്കുക? കമാൻഡ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു? ലിസൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ യൂസ് ചെയ്യാണ്. ലിസൺ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ലിസൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്, അതിനെ നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ ഈ കോഡൊക്കെ വർക്ക് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? നമുക്ക് കിട്ടിയ ടെക്സ്റ്റ് എവിടെ ഉണ്ടാവും? ഈ കമാൻഡിൽ ഉണ്ടാവും. അത് നമുക്കൊന്ന് സ്പീക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. നമുക്ക് സ്പീക്കിംഗ് ഇവിടെ എവിടെയെങ്കിലും നടത്തിക്കണോ? ഇത് പ്രിൻ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കൊന്ന് സ്പീക്ക് ചെയ്ത് നോക്കാം അല്ലേ? സ്പീക്ക് കമാൻഡ്, അഥവാ നമ്മൾ പറഞ്ഞ സാധനം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സിസ്റ്റം ഇങ്ങോട്ട് തന്നെ എന്ത് ചെയ്യണം? നമുക്ക് പറഞ്ഞു തരണം. അതല്ല നമുക്ക് പറഞ്ഞു തന്നെ അതിൻ്റെ ആൻസറാണ് പറഞ്ഞേണ്ടത്, റിപ്ലൈ ആണ് തരേണ്ടത്. എങ്കിലും ഇവിടെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ടെക്സ്റ്റ് കൺവേർട്ട് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതന്നെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നമ്മളിങ്ങോട്ട് പറഞ്ഞുതരാൻ പറയാണ്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പൈത്തൺ 3 വോയിസ് റെക്കഗ്നൈസേഷൻ നോക്കാം നമുക്ക് അല്ലേ? Hi Ume, how are you? Hi. Hi. ഹലോ. Hello. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഹലോ, നമ്മൾ അങ്ങോട്ട് ഹലോ പറഞ്ഞു, അത് നമുക്ക് തിരിച്ചിട്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ തന്നു അല്ലേ? ഹലോ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ എന്താ പറയുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. QRY ആണ് പ്രിൻറ്റ് ചെയ്തിട്ടില്ല, അതല്ല നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞ കാര്യമാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് എവിടെയാണ് കോഡ് നോക്കാം. ഇതാ ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ, ഇവിടെ ഒരു എഫ് ഇട്ട് കൊടുക്കണം കേട്ടോ. പൈത്തണിൽ ഈ വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എഫ് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഒന്നും കൂടി പ്രിൻറ്റ് ചെയ്ത് നോക്കാം. Sorry, I cannot identify. ഹായ്. ഹലോ. നമുക്ക് എന്തായാലും ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഒന്നും കൂടി റൺ ചെയ്ത് നോക്കട്ടോ. നമുക്കൊരു ടെർമിനൽ എടുക്കാം, പുതിയ ടെർമിനൽ എടുക്കാം. പൈത്തൺ 3 വോയിസ് അണ്ടർസ്കോർ recognition.py. ഓക്കെ, പൈത്തൺ വർക്ക്സ് വോയിസ് അണ്ടർസ്കോർ no such file, python voice underscore recognition recognition.py. Hi Ume, how are you? ഹലോ. Hello. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൾറെഡി അത് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞ വേർഡ് നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ചെയ്തിട്ട് തിരിച്ചിട്ടും പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊന്നുമില്ല, ലിസൺ ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ടാക്കി അത് നമ്മൾ മൈക്രോഫോൺ ഡിറ്റക്ട് ചെയ്തു. എന്നിട്ട് ആ ഡിറ്റക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ വോയിസിനെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു? അത് സ്പീക്ക് ചെയ്ത് തന്നു. ഇനി നമുക്ക് അതിൻ്റെ റിപ്ലൈ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.
അപ്പോൾ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, നിങ്ങൾ സാവധാനം നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കോൺടാക്ട് ചെയ്യുക, എന്തായാലും ഷെയർ ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ് കാണാം. താങ്ക്